നമസ്കാരം. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ശക്തമാകുന്നതിനിടെ അഫ്ഗാനിസ്ഥാനിൽ കടുത്ത ആക്രമണം നയിക്കുകയാണ് പാകിസ്ഥാൻ. 200-ലധികം അഫ്ഗാൻ സൈനികരെ പാകിസ്ഥാൻ വധിച്ചുവെന്നാണ് അവകാശവാദം. ഒപ്പം 19 സൈനിക പോസ്റ്റുകളും പിടിച്ചെടുത്തതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. അതിർത്തിയിൽ ശക്തമായ പോരാട്ടമാണ് തുടരുന്നത്. സമഗ്ര വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡും പ്രതി. കട്ടളപ്പടിയിലെ സ്വർണ്ണ കവർച്ച എ പത്മകുമാർ, കെ പി ശങ്കരദാസ്, എൻ വിജയകുമാർ എന്നിവ അടങ്ങിയ ബോർഡിന്റെ അറിവോടെ എന്ന് എഫ്ഐആർ. പ്രതിയാക്കിയെങ്കിൽ കോടതിയിൽ മറുപടി പറയുമെന്ന് പത്മകുമാർ. 98 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ എന്ന് PS പ്രശാന്ത്. കുറ്റക്കാർ ആരായാലും അകത്താകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ നടപടി തുടങ്ങി ED. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ റൂറൽ SP KE ബൈജു. പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി. ഷാഫി പറമ്പിൽ MP-യെ പിന്നിൽ നിന്നാരോ ലാത്തി കൊണ്ട് അടിച്ചു. ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നും റൂറൽ SP. DYSP ഉൾപ്പെടെ 3 പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി കോൺഗ്രസ്. പേരാമ്പ്രയിൽ ചൊവ്വാഴ്ച രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ LDF. ഷാഫി 2 ദിവസം കൂടി ആശുപത്രിയിൽ തുടരും. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകന് ED സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. തുടർ നടപടി നിലച്ചതിൽ ദുരൂഹത. മകന്റെ സമൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്ന് സൂചന. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിരോധിച്ച് CPM BJP ഒത്തുകളിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം. ബീഹാറിൽ NDA സീറ്റ് വിഭജനം പൂർത്തിയായി. BJPയും JDUവും 101 വീതം സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 29 സീറ്റ്. ജിതിൻ റാം മാഞ്ചിയുടെയും ഉപേന്ദ്ര കുശ്വഹയുടെയും പാർട്ടികൾക്ക് 6 സീറ്റ് വീതം. മഹാസഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി ലലുവും തേജസ്വി യാദവും ഡൽഹിയിൽ. അഫ്ഗാൻ പാക് അതിർത്തിയിൽ ശക്തമായ ഏറ്റുമുട്ടൽ. പാകിസ്ഥാന്റെ 58 സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അഫ്ഗാൻ. ഒരാക്രമണത്തിലും തിരിച്ചടിക്കാതിരിക്കില്ല എന്നും താലിബാൻ. അഫ്ഗാന്റെ സൈനിക താവളം തകർത്തെന്നും പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നും അവകാശവാദം. സമാധാന കരാറിന്റെ ഭാഗമായി 20 ഇസ്രയേലി ബന്ദികളെ ഹമാസ് നാളെ മോചിപ്പിക്കും. ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ എത്തിത്തുടങ്ങി. വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ. ട്രംപും മക്രോണും സ്റ്റെയ്മറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രി എത്തും. ഏറ്റുമാനൂർ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രധാന നഗരമായിട്ടും കാലാനുസൃതമായ റോഡ് വികസനം ഉണ്ടായിട്ടില്ലെന്ന് വിമർശനം. ഗതാഗതക്കുരുക്കിന് പരിഹാരമായ റിംഗ് റോഡ് പദ്ധതി പ്രാരംഭഘട്ടത്തിൽ. ടോപ് 10 സ്പെഷ്യൽ. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 331 റൺസ് വിജയലക്ഷ്യം. സ്മൃതി മന്ധാനയ്ക്കും പ്രതീക റാവലിനും അർദ്ധ സെഞ്ചുറി. ഡൽഹി ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 270 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. കുൽദീപ് യാദവിന് 5 വിക്കറ്റ്. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കേസെടുത്ത് കാടാമ്പുഴ പോലീസ്. മാറാക്കര മരവട്ടത്ത് 14-കാരിയുടെ വിവാഹ നിശ്ചയം നടന്നത് ഇന്നലെ. പെൺകുട്ടിയെ CWC ഏറ്റെടുത്തു. 2024-25 കാലയളവിൽ നടന്നത് 18 ശൈശവ വിവാഹങ്ങളെന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്ക്. സ്റ്റോറി ഓഫ് ദ ഡേ. കലയുടെയും കാഴ്ചയുടെയും വിസ്മയമായി ഒരു മ്യൂസിയം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്ത FIR. 2ാം FIR-ലാണ് A പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെ പ്രതി ചേർത്തിരിക്കുന്നത്. ശ്രീകോവിലെ കട്ടളപ്പാളികൾ കൊണ്ടുപോയി സ്വർണ്ണമുരുക്കിയ കേസിലാണ് 8ാം പ്രതിപട്ടികയിൽ ദേവസ്വം ഭരണസമിതി ഉൾപ്പെട്ടിട്ടുള്ളത്.
ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ആദ്യ എഫ്ഐആറിലും കട്ടിളപ്പാളികൾ ഇളക്കിയത് രണ്ടാമത്തെ എഫ്ഐആറിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ എഫ്ഐആറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാണ്. രണ്ടാമത്തെ എഫ്ഐആറിലാണ് 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8ാമത്തെ പ്രതിസ്ഥാനത്താണ് അന്നത്തെ ദേവസ്വം ഭരണസമിതി ചേർത്തിരിക്കുന്നത്. എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് 2019 ഉണ്ടായിരുന്നത്. എന്നാൽ പേരുകൾ പ്രതിപാദിക്കുകയോ എത്ര പേരുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. കട്ടിളപ്പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയപ്പോൾ കൃത്യമായ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ കൂടെ പോയില്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നും ഇതിന് ഭരണസമിതിയും കാരണമായി എന്നുമാണ് പറയുന്നത്. രണ്ടാമത്തെ എഫ്ഐആറിലും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2ാം പ്രതി അദ്ദേഹത്തിന്റെ കൂട്ടാളി കൽപേഷുമാണ്. 3ാം പ്രതി ദേവസ്വം കമ്മീഷണറും 4ാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ദേവസ്വം വിജിലൻസും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും അന്വേഷണം നടത്തുമ്പോഴാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടത്തുന്നുണ്ട്. കുറ്റവാളികൾ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും നിയമസഭയ്ക്കകത്തും പുറത്തും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എഫ്ഐആറിനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്നും അറിഞ്ഞിട്ടില്ല എന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പറയേണ്ടിടത്ത് മറുപടി പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ സത്യസന്ധമായി നടക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കോടതിയിൽ അക്കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും. എൻ്റെ ഭാഗത്തോ എൻ്റെ ഭരണസമിതിയുടെ കാലത്തോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് തന്നെയാണല്ലോ ഞാനെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരു ബേജാറുമില്ല. താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം മാനദണ്ഡങ്ങൾ ലംഘിച്ച് അയ്യപ്പന്റെ ഒരു സ്വത്തും പുറത്തു കൊണ്ടുപോയിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രശാന്ത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സത്യസന്ധവും സുതാര്യവുമായാണ് ബോർഡ് തീരുമാനിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 2024 മുതൽ തിരുവാഭരണ കമ്മീഷണർക്ക് തങ്ങൾ കൊടുത്ത ഉത്തരവുകൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അയച്ചു തരാമെന്നും ആരുടെയെങ്കിലും ഇഷ്ടപ്രകാരം പാളികൾ കൊടുക്കാൻ പാടില്ലെന്ന നിലപാടാണ് താൻ സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു ഉത്തരവിൽ ഉണ്ണികൃഷ്ണന്റെ കയ്യിൽ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിൻ്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. 2025 പാളികൾ കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം ബോർഡിനാണെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കൊണ്ടുപോയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ ബോർഡിനെ സംശയനിഴലിൽ നിർത്തേണ്ട ആവശ്യമില്ലെന്നും ദുരൂഹതകൾ അവസാനിക്കണമെന്നാണ് ബോർഡിന്റെ നിലപാടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. വിവാദം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ എന്നും കുഴപ്പക്കാരൻ താനാണെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പാളിക്ക് തൂക്കക്കുറവുണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ടും പ്രശാന്ത് തള്ളി. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകാൻ സർക്കാരോ ദേവസ്വം മന്ത്രിയോ ബോർഡോ കൂട്ടുനിന്നിട്ടില്ല. വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ 6 ആഴ്ച കാക്കണമെന്നും സമാന്തര അന്വേഷണവും സമാന്തര വാർത്തയും കൊടുത്ത് ഭക്തരെ പരിഭ്രാന്തരാക്കരുതെന്നും പ്രശാന്ത് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. ഇതിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും പുറത്തുവരും. കുറ്റക്കാർ ആരായിരുന്നാലും നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ, അന്വേഷണം നടക്കില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ FIRൽ ആരൊക്കെ വരുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടക്കട്ടെ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കൃത്യമായി 6 ആഴ്ച
ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ തനിക്ക് അറിയില്ല എന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഇത് വായിക്കാനോ പഠിക്കാനോ സമയം കിട്ടിയിട്ടില്ല എന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് മുൻ പ്രസിഡന്റുമാർ 2 പേരെ എഫ്ഐആറിൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. ആ അന്വേഷണം 6 ആഴ്ചയ്ക്കകത്ത് പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നമ്മൾ 6 ആഴ്ചക്കാലം കാത്തിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥ പ്രതികളെ നിശ്ചയമായിട്ടും ഹൈക്കോടതി നിയോഗിച്ച ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുറത്തു കൊണ്ടുവരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ശബരിമല വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. CPM അറിയാതെ ഒന്നും നടക്കില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്വമുണ്ട്. പഴയ ബോർഡിന് മാത്രമല്ല. വസ്തുനിഷ്ഠമായ അന്വേഷണത്തിന് കേരളത്തിന് പുറത്തു നിന്നുള്ള ഏജൻസി വേണമെന്നും സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രഹസനമാണ് കാണിക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്ന് അറിയില്ല എന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ. പഴയ സ്വർണം പൂശിയ വാതിലിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട് മാത്രമാണ് എടുത്തത്. ബാക്കി സ്വർണ്ണപ്പാളി എന്ത് ചെയ്തുവെന്ന് തനിക്ക് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിലുണ്ടാക്കിയത്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തുള്ളത് എനിക്കറിയില്ല. ഡോറ് നമ്മൾ മരമെടുത്ത് തൃശ്ശൂരിൽ നിന്നാണ്. പിന്നെ പണി ചെയ്തത് ബാംഗ്ലൂരുള്ള ശ്രീരാമപുരത്ത് അമ്പലത്തിൽ വെച്ചിട്ടാണ്. അതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടാണ് അവിടെ ചെയ്യണമെന്ന്. സാധാരണ നമ്മളിവിടെ ചെയ്യാറുണ്ട്. അത്രയ്ക്കുള്ള കാര്യമുള്ളത്. അവിടെ നിന്ന് കൃത്യ അളവെടുത്ത് കൊണ്ടുവന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതുള്ളൂ. ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയം വരണേൻ്റെ ഒരു 4 ദിവസം എന്നെ വിളിച്ചിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയാണ് ED നീക്കം. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ECIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, പണപ്പിരിവ്, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയെപ്പറ്റിയും ED അന്വേഷിക്കും. നിലവിൽ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ FIR പകർപ്പ് ED ആവശ്യപ്പെടും. SIT റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാകും ED തുടർ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും പരിശോധിക്കും. ദേവസ്വം ബോർഡിനെതിരെയും സംശയങ്ങൾ ഉന്നയിക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട്. 2019 ബോർഡിന് വീഴ്ച പറ്റിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിവരങ്ങളെല്ലാം EDയുടെ അന്വേഷണ പരിധിയിൽ വരും. അമൃത ന്യൂസ്, കൊച്ചി. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല സന്നിധാനത്ത് പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധന സന്നിധാനത്ത് നാളെയും തുടരും. ഇത് പൂർത്തിയായ ശേഷം ആറന്മുള ദേവസ്വം സ്ട്രോങ് റൂമിലും അമിക്കസ് ക്യൂറി പരിശോധന നടത്തും. അതേസമയം പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ 2 ദിവസമായി വിപുലമായ പരിശോധനയാണ് സന്നിധാനത്ത് നടത്തിയത്. ദ്വാരപാലക ശില്പപാളിയുടെ പരിശോധന, ദേവസ്വം രജിസ്റ്ററും മഹസറും പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തൽ, ഭക്തർ നടക്കി വയ്ക്കുന്ന സ്വർണം, ചെമ്പ്, വെള്ളി എന്നിവയുടെ രേഖപ്പെടുത്തൽ സംബന്ധിച്ച കൃത്യത തുടങ്ങിയവയാണ് 2 ദിവസങ്ങളിലായി പ്രധാനമായും പരിശോധിച്ചത്. 2019 നവീകരണത്തിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ദ്വാരപാലക പാളികൾ അല്ല തിരികെ എത്തിച്ചത് എന്ന് വ്യക്തമായതോടെ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നിർണായകമായിരുന്നു. ദ്വാരപാലക പാളികളുടെ നവീകരണ പ്രവർത്തികൾ നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനി പ്രതിനിധിയെ സന്നിധാനത്തെത്തിച്ച് വിശദ വിവരങ്ങൾ ശേഖരിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം വിജിലൻസ് പ്രതിനിധി, ദേവസ്വം ഗോൾഡ് സ്മിത്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. ഇവിടെ പരിശോധന പൂർത്തിയായ ശേഷം ദേവസ്വത്തിൻ്റെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിലും പരിശോധന ആരംഭിക്കും. ഇതും പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. അതേസമയം സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം വൈകിട്ടോടെ സന്നിധാനത്തെത്തി. വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് പിടിച്ചെടുത്ത രേഖകൾ SITക്ക് കൈമാറിയിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ച് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവെടുപ്പുകൾ നടത്താനുമാണ് SITയുടെ നീക്കം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച സംഭവത്തിൽ ലോക്കൽ പോലീസിനെ കുറ്റപ്പെടുത്തി റൂറൽ SP. ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചെന്നും റൂറൽ SP KE ബൈജു പറഞ്ഞു.
ഷാഫി പറമ്പിലിനെതിരെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ലെന്നും കണ്ണീർവാതക ഗ്രനേഡിന്റെ ചീളുകൾ പൊട്ടിയാകാം എംപിക്ക് പരിക്കേറ്റതെന്നുമാണ് കഴിഞ്ഞ ദിവസം റൂറൽ SP പറഞ്ഞത്. എംപിക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ ഈ പരാമർശം വിവാദമായി മാറിയിരുന്നു. ഇതിനിടെ സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസിന്റെ മലക്കം മറച്ചിൽ. ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് ലാത്തികൊണ്ട് അടിക്കുകയായിരുന്നുവെന്നും അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടത്തുകയാണെന്നും റൂറൽ SP KE ബൈജു പറഞ്ഞു. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മനഃപൂർവ്വം ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ അല്ല ഞങ്ങളുടെ എല്ലാവരുടെയും MP-നെ ഇവിടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷൻസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിച്ചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇപ്പോഴും ചെയ്തിട്ടില്ല. പേരാമ്പ്രയിൽ ലാത്തിച്ചാർജ് നടന്നിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ വടകരയിലെ വീട് ഉപരോധിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ആക്രമണത്തിനെതിരെ ഷാഫി പറമ്പിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പേരാമ്പ്രയിലുണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയെന്നാണ് LDF വാദിക്കുന്നത്. ഈ വരുന്ന 14-ന് LDF പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പേരാമ്പ്ര DYSP സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും റൂറൽ SP KE ബൈജുവിന് താക്കീത് നൽകണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഒരാഴ്ചക്കകം നടപടിയുണ്ടായില്ലെങ്കിൽ റൂറൽ SPയുടെ വടകരയിലെ വസതി ഉപരോധിക്കുമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞു. കൊടിസുനിയേക്കാൾ മോശമാണ് റൂറൽ SP എന്നും നടപടിയെടുത്തില്ലെങ്കിൽ ഇന്നുവരെ കാണാത്ത സമരമായിരിക്കും ഉണ്ടാവുകയെന്നും DCC പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ആ 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5-6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല, പക്ഷെ ചെയ്യാതെ രക്ഷയില്ല. ഈ റൂറൽ SPയുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇതൊരു ഭീഷണിയല്ല, ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാത്ത പോലുള്ള പ്രതിഷേധമായിരിക്കും ആ പരിപാടി. എന്നാൽ ഷാഫിക്കെതിരെ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയാണെന്നാണ് LDFന്റെ വാദം. പേരാമ്പ്രയിൽ നടന്നത് MPയുടെ കയ്യേറ്റമാണെന്നും ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് പോലീസിനു നേരെ അക്രമം നടന്നതെന്നും LDF നേതാക്കൾ പറയുന്നു. ഈ വരുന്ന 14-ന് പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. അതിനിടെ ഇന്നലെ പേരാമ്പ്രയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 325 പ്രവർത്തകർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. ന്യായവിരോധമായി സംഘം ചേരുകയും പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്നാണ് FIR. സംസ്ഥാന സർക്കാരിനെതിരെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിവാദം കത്തിനിൽക്കുമ്പോൾ ഷാഫി വിഷയത്തിൽ തുടർ പ്രതിഷേധം വേണ്ട എന്ന നിലപാടും കോൺഗ്രസിൽ നിന്നും ഉയരുന്നുണ്ട്. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി V ശിവൻകുട്ടി. സമരങ്ങൾക്കിടയിൽ പരുക്കുകളേൽക്കുന്നത് പുതിയ സംഭവമല്ല. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പോലീസ് കൈകാര്യം ചെയ്യും. ഇനി മുതൽ സമരം ചെയ്യുന്നവർ ഒരു കൂട്ട പൂവ് പോലീസുകാർക്ക് നൽകട്ടെ. കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ പൂവിട്ട് പൂജിച്ചു കൊള്ളണോ എന്ന് പറയുന്നത് ശരിയല്ല എന്നും മന്ത്രി പറഞ്ഞു. സമരം ചെയ്യുന്നതും സമരത്തിൻ്റെ പരമായി സംഘർഷം ഉണ്ടാവുന്നതും സംഘർഷത്തിൻ്റെ പരമായി സമരക്കാർക്കും പോലീസിനുമൊക്കെ തന്നെ പരിക്കേൽക്കുന്നതും ഒക്കെ തന്നെ പുതിയൊരു സംഭവമൊന്നുമില്ല. ഇത് ഷാഫി പറമ്പിന് പരിക്കേറ്റു എന്ന് പറഞ്ഞൊരു വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ടാത്തൊന്നും ലോകത്താദ്യമായിട്ടാണ് ഈ മർദ്ദനം നടക്കുന്നതെന്ന്. സമരം ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഇനി സമരം ചെയ്യുന്നൊരു കാര്യം ചെയ്യട്ടെ, ഒരു കുട്ട പൂവും കൂടെ വാങ്ങി പോലീസുകാർക്ക് കൊടുക്കട്ടെ. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ EDയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചതെന്നാണ് സൂചന. സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല.
2023 മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി സമൻസ് അയക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ എത്തണമെന്നായിരുന്നു സമൻസിലുള്ളത്. സ്വപ്ന സുരേഷിനും സരിത്തിനും ഇഡി നോട്ടീസ് കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് സമൻസ് അയക്കുന്നത്. എന്നാൽ വിവേക് അന്ന് ഹാജരായിരുന്നില്ല. കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിവേകിന്റെ പേര് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചിരുന്നതാണ്. വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇഡിയുടെ തുടർ നടപടി നിരച്ചതിലെ ദുരൂഹത തുടരുകയാണ്. മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് വിവരം. സമൻസ് പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഒരു ആക്ഷേപങ്ങൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടും വന്നിരിക്കുന്ന ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതേസമയം വിഷയത്തിൽ ഇഡി തുടർ നടപടി സ്വീകരിക്കാത്തത് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി മൂലമാണെന്ന ആക്ഷേപവും ഉയരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇഡി സമൻസിൽ പ്രതികരിച്ച് മന്ത്രി KN ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തുവരുന്നുവെന്നും സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തിയില്ല എന്നും മന്ത്രി ചോദിച്ചു. അല്ല, അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നും അറിയാത്തൊരു കാര്യം ഒരു വാർത്ത വരുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു വാർത്തയായിട്ടല്ലല്ലോ വരേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ അടുത്ത ഈ 2-3 ആഴ്ചക്കകം വരും. ഡേറ്റ് എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷനാണ്. ഇലക്ഷന്റെ സമയത്താണല്ലോ, കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ബീഹാറിൽ NDA സീറ്റ് വിഭജനം പൂർത്തിയായി. BJPയും JDUയും 101 വീതം സീറ്റുകളിൽ മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 29 സീറ്റ്. ജിതിൻ റാം മാഞ്ചിയുടെയും ഉപേന്ദ്ര കുശ്വാഹയുടെയും പാർട്ടിക്ക് 6 സീറ്റ് വീതം. മഹാസഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി ലാലു പ്രസാദും തേജസ്വി യാദവും ഡൽഹിയിലെത്തി. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജനം NDA പൂർത്തിയാക്കിയത്. പ്രധാന കക്ഷികളായ BJPയും നിതീഷ് കുമാറിന്റെ JDUയും 101 സീറ്റുകളിൽ വീതം മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി 29 സീറ്റുകളിൽ ജനവിധി തേടും. പ്രതിഷേധമുയർത്തിയിരുന്ന ചിരാഗ് പാസ്വാനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞത് NDAയ്ക്ക് വലിയ ആശ്വാസമായി. കേന്ദ്രമന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തിയാണ് LJPയുമായി ധാരണയിലെത്തിയത്. മുന്നണിയിലെ ചെറുകക്ഷികളായ ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും 6 സീറ്റുകളിൽ വീതം മത്സരിക്കാം. നിതീഷ് കുമാറിന് മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മാത്രമാണ് NDAയും BJPയും വ്യക്തമാക്കുന്നത്. സ്വന്തം മുഖ്യമന്ത്രി എന്ന കഴിഞ്ഞ തവണ നടക്കാതെ പോയ ആഗ്രഹം ഇത്തവണ പൂർത്തീകരിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ BJP പരിഗണിക്കുന്നുണ്ട്. അതേസമയം മഹാസഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കായി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ഡൽഹിയിലെത്തി. ജൻ സൂരജിന് പുറമെ AIMIM പാർട്ടിയും രംഗത്തെത്തിയത് പ്രതിപക്ഷ സഖ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ന്യൂനപക്ഷ മേഖലയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം തിരിച്ചടിയാകുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കായിരിക്കും. ഈ സാഹചര്യത്തിൽ കരുതലോടുകൂടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസും RJDയും കടക്കുന്നത്. പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി RJDക്കെതിരെ പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നാണ് സൂചന. 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ മാസം 6-11 തീയതികളിൽ 2 ഘട്ടമായാണ് നടക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ തമ്മിൽ ഏറ്റുമുട്ടി. പ്രകോപനമില്ലാതെ ആക്രമിച്ചത് ഇരു രാജ്യങ്ങളും പരസ്പരം ആരോപിച്ചു. സംഘർഷത്തിൽ 19 അഫ്ഗാൻ സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്ന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ 58 സൈനികരെ കൊലപ്പെടുത്തിയെന്ന് അഫ്ഗാനും പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം ദിവസങ്ങൾ കഴിയുംതോറും വഷളായി വരികയാണ്. പാക് അഫ്ഗാൻ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭൂരിഭാഗം ആക്രമണങ്ങളും നടന്നത്. ബഹ്റാംപൂർ ജില്ലയിലെ ഡുറന്റ് ലൈനിന് സമീപം കഴിഞ്ഞ രാത്രി അഫ്ഗാൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിനിടെയാണ് 15 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഹെൽമന്ദ് പ്രവിശ്യ ഗവൺമെന്റിന്റെ വക്താവ് മൗലവി മുഹമ്മദ് ഖാസിം റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പാകിസ്ഥാന്റെ 3 സൈനിക ഔട്ട്പോസ്റ്റുകളും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം കാബൂൾ, പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30 തീവ്രവാദികളെ വധിച്ചുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാക് പ്രകോപനത്തിന് കനത്ത തിരിച്ചടി നൽകിയെന്നാണ് അഫ്ഗാൻ അറിയിച്ചത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഹെൽമന്ദ്, കാണ്ഡഹാർ, സാബൂൾ, പക്തിക, പക്തിയ, ഖോസ്റ്റ്, നങ്കർഹാർ,
കുനാർ എന്നീ പ്രവിശ്യകളിലെ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ സേന ആക്രമണം നടത്തി. അതേസമയം ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിക്ക് ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണമാണ് പാകിസ്ഥാനെ അസ്വസ്ഥമാക്കിയത്. അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ വാദം. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ 1-ാം നമ്പർ ശത്രുവെന്നാണ് ആരോപണം. താലിബാന് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. പാകിസ്ഥാനെ വെല്ലുവിളിച്ചാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കടുത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. എന്നാൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി അഫ്ഗാൻ മണ്ണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് അഫ്ഗാൻ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള സമാധാന ഉച്ചകോടി നാളെ. ഡൊണാൾഡ് ട്രംപ്, ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെ 20 ലോക നേതാക്കൾ പങ്കെടുക്കും. വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ബന്ദികളാക്കിയ 20 പേരെയും നാളെ മോചിപ്പിച്ചേക്കും. ജയിലിൽ കഴിയുന്ന 280 പലസ്തീനികളെയും തടഞ്ഞുവെച്ചിട്ടുള്ള 1700 പേരെയും ഇസ്രയേലും മോചിപ്പിക്കും. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കുക, മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഈജിപ്തിൽ സമാധാന ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിലാണ് ഉച്ചകോടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് എൽ-സിസിയും ചേർന്ന് അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്, UK പ്രധാനമന്ത്രി KS സ്റ്റാമർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സെഞ്ചസ് എന്നിവരുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കും. ബന്ദി കൈമാറ്റത്തെ പ്രതീക്ഷയോടെയാണ് ഹമാസും ഇസ്രയേലും നോക്കിക്കാണുന്നത്. വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഹമാസ് ബന്ദികളാക്കിയ 20 പേരെയും നാളെ മോചിപ്പിച്ചേക്കും. ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന 280 പലസ്തീനികളെയും തടഞ്ഞുവെച്ചിട്ടുള്ള 1700 പേരെയും മോചിപ്പിക്കും. ഇതിൽ ഏകദേശം 2 ഡസനോളം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ശവപ്പെട്ടികളിലാക്കി തിരിച്ചറിയലിനായി ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഗാസയിലേക്ക് സഹായവുമായി 100 കണക്കിന് ട്രക്കുകളാണ് എത്തിത്തുടങ്ങിയത്. ഈജിപ്തുമായുള്ള റാഫ ക്രോസിംഗിൽ ലോറികൾ വരിവരിയായി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം പിന്മാറിയതിനെ തുടർന്ന് ഗാസയുടെ വടക്കൻ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം 5 ലക്ഷത്തോളം പലസ്തീൻ പൗരന്മാർ മടങ്ങിയെത്തിയതായാണ് വിവരം. അതിനിടെ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കയും ഈജിപ്തും ക്ഷണിച്ചു. എന്നാൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. ന്യൂസ് ഡെസ്ക് അമൃത TV. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിലുണ്ടായ വാഹനാപകടത്തിൽ 3 ഖത്തർ നയതന്ത്രജ്ഞർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ അന്തിമ ചർച്ചകൾക്കായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരണത്തിൽ കെയ്റോയിലെ ഖത്തർ എംബസി ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റ 2 പേർ നിലവിൽ ഷാം അൽ ഷെയ്ഖ് ഇന്റർനാഷണൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്.